അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും മിനൂസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണയായി വീട്ടിലുണ്ടാക്കുന്ന കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് പുട്ടിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. സവാള ഒരെണ്ണം, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി 2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, തക്കാളി ഒരെണ്ണം, പിന്നെ കടല, തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ ഓരോ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ വറവിന് ആവശ്യമായ ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഏത് ഓയിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ സവാള ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടല ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. വെള്ളം കടലയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇപ്പം നമ്മുടെ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് നമുക്കൊന്നും കൂടെ ഇതെല്ലാം വറുത്തെടുക്കാം. നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ മസാലപ്പൊടികളെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. അത് നല്ലോണം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ ചുവയുണ്ടാകും. ഇപ്പം നമ്മുടെ മസാലപ്പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷമേ മിക്സിയിൽ അടിച്ചെടുക്കാവൂ. ഇപ്പം നമ്മളുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മുടെ കടല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കടല വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു കടല എടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് നമ്മളുടെ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം, നമ്മൾ മിക്സിയിൽ ഇപ്പോൾ അരച്ചതല്ല, അപ്പോൾ അതൊന്ന് കഴുകി എടുക്കുന്ന വെള്ളം അത് തന്നെ ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിന് വെള്ളം അധികം ആവരുത്. ഇതാ ഇപ്പോൾ നമ്മുടെ കടലക്കറി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം റെഡിയായി. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില, ഉണക്കമുളക് ഇടാം. ഇപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കടലക്കറി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ കടല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ കടലക്കറി നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മളിത് ഒഴിച്ചുമ്പോൾ വറവിട്ട് ഈ ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ കടലക്കറിക്ക്. എല്ലാവരും ഈ കടലക്കറി ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും എല്ലാവരും പറയാറുണ്ട് കടലക്കറി വെച്ചിട്ട് ശരിയാവാറില്ല, വെള്ളം ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.